ഹലോ. നമ്മളിപ്പോ സമ്മർ സീസണിന്റെ ഒരു പീക്ക് ടൈമിലൂടെയാണല്ലോ അല്ലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലാവസ്ഥയുടെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും, തലവേദന, തലകറക്കം, അതുപോലെ ഗ്യാസ്ട്രിക് കംപ്ലയിന്റ്സ്, ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, ഡീഹൈഡ്രേഷൻ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സമ്മർ സീസണിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത്. ദിവസവും ഏകദേശം 2 to 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏകദേശം ഒരു 10 to 15 ഗ്ലാസോളം വെള്ളം നിർബന്ധപൂർവ്വം നമ്മൾ കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ക്ലൈമറ്റിന്റെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ വഴിയോരക്കടയിൽ നിന്നും ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ പലയിടത്തു നിന്നായിട്ട് വെള്ളം കുടിക്കാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. വെള്ളം കുടിക്കുന്ന സമയത്ത് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കുടിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഈ സമയത്താണ് ഈ ഡയേറിയ, വൊമിറ്റിംഗ്, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, ടൈഫോയിഡ് ഇങ്ങനെയുള്ള പല ഇൻഫെക്ഷ്യസ് ഡിസീസസും സ്പ്രെഡ് ആവുന്നത്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് ജ്യൂസസ് ആവാം. അതായത് ലെമൺ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, സർബത്ത്, ലസ്സി, സംഭാരം, ഇളനീര്, അങ്ങനെയുള്ള പാനീയങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീൽസ് എത്രമാത്രം ഹെവി ആവുന്നോ അത്രയും നമ്മളുടെ ശരീരത്തിന് ചൂടാവാനും നമ്മളുടെ ശരീരം അത് ദഹിപ്പിക്കാനായിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കാനും അത് ഇൻഡൈജഷന് കാരണമാവാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ നമ്മളുടെ ഡയറ്റില് ധാരാളം ഫ്രൂട്ട്സ്, അതായത് ഇപ്പൊ നമ്മളുടെ ഈ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ മാങ്ങ, ആപ്പിള്, വാട്ടർമെലൺ, പഴം, ഗ്രേപ്സ്, പോമിഗ്രാനൈറ്റ്, അതുപോലെ വെള്ളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. വെജിറ്റബിൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ള ഇപ്പൊ കക്കിരിക്ക, വെള്ളിരിക്ക, കുമ്പളങ്ങ, അങ്ങനെയുള്ള വെജിറ്റബിൾസ്, അതേപോലെ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഇലക്കറികള്, ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, ബ്രക്കോളി, അങ്ങനെയുള്ളവയൊക്കെ നമ്മളുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ മാക്സിമം പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, കൂടുതലായിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഈ സീസണിൽ കൂടുതലായിട്ട് ചായയുടെയും കാപ്പിയുടെയും ഒക്കെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പുറത്തു പോകുമ്പോൾ ലൈറ്റ് കളേഴ്സ്, ഒരുപാട് ഇന്റൻസ് ആവാതെ ലൈറ്റ് കളേഴ്സിലുള്ള ഡ്രസ്സസ് ചൂസ് ചെയ്യുക. അതുപോലെ മാക്സിമം ബോഡി ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നതും, അതേപോലെ കോട്ടൺ ക്ലോത്ത്സും അങ്ങനെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പുറമേ ജോലി ചെയ്യുന്ന മുതിർന്ന ആൾക്കാരാണെങ്കിലും, അതുപോലെ കളിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയില് ഡയറക്റ്റ് ആയിട്ട് കൊള്ളാനുള്ള ചാൻസസ് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ പുറത്തു പോകുന്ന സമയത്ത് മാക്സിമം ക്യാപ്പ്, അതുപോലെ അംബ്രല്ല, സൺഗ്ലാസസ്, സൺസ്ക്രീൻ, ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.